ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ജനിക്കുന്നത് വലിയൊരു ഗിഫ്റ്റോട് കൂടിയാണ്. കാലം നമ്മളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് നമുക്ക് വലിയൊരു ഗിഫ്റ്റ് തന്നാണ്. എന്താണെന്നറിയോ ആ ഗിഫ്റ്റ്? നമ്മുടെ മസ്തിഷ്കം, ബ്രെയിൻ. ഏത് പ്രതിസന്ധിയിലും വിജയം കൈവരിക്കാൻ നമുക്ക് ആവശ്യമായുള്ളൊരു ആയുധമാണത്. ഏത് പ്രതിസന്ധിയും അതിജീവിച്ചുകൊണ്ട് വിജയം നേടണമെങ്കിൽ മസ്തിഷ്കം മാത്രം ഉണർന്ന് പ്രവർത്തിച്ചാൽ മതി. ശരീരം മുഴുവനും തളർന്നു പോയിട്ടും ഒരു വീൽ ചെയറിലിരുന്നു കൊണ്ട് മഹാവിജയങ്ങൾ വെട്ടിപ്പിടിച്ച സ്റ്റീഫൻ ഹോക്കിൻസിനെ നിങ്ങൾക്കറിയാമല്ലോ. അത്രയേ ഉള്ളൂ. ആ മാതൃകയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ആ ആർജവമാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ഗിഫ്റ്റായ ആ മസ്തിഷ്കം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വലിയ വിജയത്തിലേക്ക് കടന്നെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. കേരള ലാൻഡ് റിഫോംസ് ആക്ട് നമ്മൾ 3-4 ക്ലാസ്സുകളിലായി പഠിച്ചു. തിരുവിതാംകൂറിൽ, മലബാറിൽ, കൊച്ചിയിൽ, പിന്നെ ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷമുള്ള കേരളത്തിലെ ഭൂപരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ചും നമ്മൾ വിശദമായി പഠിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വലിയ ചലനം സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. ആ ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും റെഡിയാണ് എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഇയർലി ലാൻഡ് റിഫോംസ് ലെജിസ്ലേഷൻ ഇൻ കേരള. കേരളത്തിലെ ഇയർലി ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു, അതൊന്ന് പരിഗണിക്കുക. എന്നിട്ട് ദി കേരള നോക്കൂ, അത് എന്നിട്ട് എന്താണ് പരിഗണിച്ചതിന് ശേഷം വിച്ച് ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്, അതിൽ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടെത്തുക. നമുക്ക് നോക്കാം. ദി കേരള അഗ്രേറിയൻ റിലേഷൻ ആക്ട് ഓഫ് 1960 was first comprehensive land reforms law enacted after the formation of Kerala. ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിൽ വളരെ എലാബറേറ്റ് ആയിട്ട് പാസ്സാക്കിയ ഒരു നിയമമാണ് കേരള അഗ്രേറിയൻ റിലേഷൻ ആക്ട്, കാർഷിക ബന്ധ ബില്ല്. ശരിയല്ലേ? 57 KR ഗൗരിയമ്മ അവതരിപ്പിച്ച ബില്ല് ശരിക്കത് പാസ്സാക്കി എടുത്തത് 1960 കേരള അഗ്രേറിയൻ റിലേഷൻ ആക്ട് 1960 വാസ് ദി ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ലാൻഡ് റിഫോംസ് ലോ എനാക്റ്റഡ് ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് കേരള. 57 ഈ ബില്ല് അവതരിപ്പിച്ചു, സഭ പാസ്സാക്കിയെടുത്തുവെങ്കിലും ശരിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരമൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനു മുമ്പ് നിയമസഭ പിരിച്ചുവിടപ്പെട്ടു. ആ കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് ശരിയാണ്. ദി കേരള ലാൻഡ് റിഫോംസ് ആക്ട് ഓഫ് 1963 ഈസ് റിഗാർഡഡ് ആസ് ദി ആക്ച്വൽ കോംപ്രിഹെൻസീവ് ലാൻഡ് റിഫോംസ് ലെജിസ്ലേഷൻ. എന്നാൽ ഭൂപരിഷ്കരണ നിയമമായി കാണുന്ന ആദ്യത്തെ നിയമം 1963 പാസ്സാക്കിയതാണ്. മറ്റത് കാർഷിക ബന്ധ ബില്ലാണ്. എന്നാൽ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം അത് പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും കേരളത്തിലെ ആദ്യത്തെ ഒരു ഭൂപരിഷ്കരണ നിയമമായി കണക്കാക്കുന്നത് 63 നിയമമാണ്. കറക്റ്റാണ്. ഓൾദോ പാർഷ്യലി ഇംപ്ലിമെൻറ്റഡ് ഫ്രം 1 April 1964, ദി ആക്ട് വാസ് ഫുള്ളി ഇംപ്ലിമെൻറ്റഡ് ഫ്രം 1 January 1970 ആസ് പെർ ദി 1969 അമെൻമെൻറ്റ്. നോക്കൂ, 63 നിയമം നിർമ്മിച്ചു എങ്കിലും അത് ശരിക്കും അമെൻഡ് ചെയ്തുകൊണ്ട് അത് ശരിക്കും ആ 63 നിയമം 64 നിലവിൽ വന്നെങ്കിലും അത് ഫുള്ളി ഇംപ്ലിമെൻ്റ് ചെയ്തത്, അത് ശരിക്കും നടപ്പിലാക്കിയത് 69 ഒരു അമെൻമെൻറ്റിന് ശേഷമാണ്. അപ്പോൾ 1960 എന്താണ് കേരള അഗ്രേറിയൻ റിലേഷൻ ആക്ട് പാസ്സാക്കി. 1963 ലാൻഡ് റിഫോംസ് ആക്ട് പാസ്സാക്കി. അത് 1964 April 1 ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്തുവെങ്കിലും 1970 ആണ് ശരിക്കത് പൂർണ്ണമായും
നടപ്പായി കഴിഞ്ഞത് 1969 ഒരു അമെൻമെൻറ്റിന് ശേഷം. ആ പോയിൻറ്റും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ എല്ലാം ശരിയാണ് അല്ലേ? 1, 2 and 3 കറക്റ്റാണ്. എ ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ഈ ചോദ്യമൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലതിൻ്റെയൊക്കെ നല്ല എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വായിച്ചു പോകാം. ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഇവിടെ നമുക്ക് all 3 statements ആർ factually correct as per the legislative history of Kerala land reforms. ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു പോയാൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. The Kerala Land Reforms Act has been included in which schedule? In which schedule of Indian Constitution of India to protect it from judicial review under fundamental rights? നിങ്ങൾക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ നമുക്ക് കോടതിയെ സമീപിക്കാം, കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകും. അപ്പം മൗലികാവകാശങ്ങളിൽ കോടതികളുടെ ഇടപെടലുകളിൽ നിന്ന് ശരിക്ക് ഉള്ള ഒരു സംരക്ഷണം എന്നുള്ള നിലയിൽ ആണ് ഒരു അമെൻമെൻറ്റ് പാസ്സാക്കിയത്. ആ അമെൻമെൻറ്റ് 1ാം അമെൻമെൻറ്റാണ്. അതിലൂടെ ഉൾപ്പെടുത്തിയ ഷെഡ്യൂൾ ഏതെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ജുഡീഷ്യൽ ആയിട്ടുള്ള റിവ്യൂവിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ കൊണ്ടുവന്നു നമ്മൾ. ആ ഷെഡ്യൂളിലാണ് ലാൻഡ് റിഫോംസ് ഉൾപ്പെടുത്തിയത്. ഏത് ഷെഡ്യൂളാണ്? നമ്മൾ പഠിച്ചതല്ലേ 9th ഷെഡ്യൂളല്ലേ? ആ 9th ഷെഡ്യൂൾ വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട്. ഏത് വർഷമാണ്? ആക്ട് 1951. 1951 ആദ്യത്തെ അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് 9th ഷെഡ്യൂൾ ഉൾപ്പെടുത്തി അതിലാണ് ലാൻഡ് റിഫോംസ് ഉൾപ്പെടുത്തിയത്. അങ്ങനെ കോടതികളുടെ ഇടപെടലിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു എന്നർത്ഥം. ക്ലിയർ അല്ലേ? 9th ഷെഡ്യൂളാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസറായി വരുന്നത്. അടുത്ത ചോദ്യം എന്താണ് നോക്കൂ. അവിടെ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. ദി 9th ഷെഡ്യൂൾ വാസ് ക്രിയേറ്റഡ് ബൈ ദി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1951 ടു ഷീൽഡ് ലാൻഡ് റിഫോം ലോസ് from challenge under Article 14, 19, Article 31. 14, 19, 31 ഒക്കെ പറയുന്ന ആർട്ടിക്കിൾ പ്രകാരം ഞങ്ങളുടെ ഭൂമിയിൽ തൊടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അമെൻമെൻറ്റ് പാസ്സാക്കുകയും 9th ഷെഡ്യൂൾ കൊണ്ടുവരികയും അതിനകത്ത് ലാൻഡ് റിഫോംസ് ഉൾപ്പെടുത്തുകയും ചെയ്തത്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക ഈ ഡിസ്ക്രിപ്ഷനൊക്കെ കേട്ടോ. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ആർട്ടിക്കിൾ 31A and Article 31B, thereby providing legal shield to land reform legislation across India. ഇന്ത്യയിൽ ലാൻഡ് റിഫോംസ് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആണല്ലോ 1ാം ഭരണഘടനാ ഭേദഗതി നിയമം പാസ്സാക്കി 9th ഷെഡ്യൂൾ കൊണ്ടുവന്നു. അതിൽ ലാൻഡ് റിഫോംസ് ഉൾപ്പെടുത്തി. അതിലൂടെ 2 ആർട്ടിക്കിളുകൾ കൊണ്ടുവന്നു. ആർട്ടിക്കിൾ 31A ആർട്ടിക്കിൾ 31B. രണ്ടും എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 31A എന്ന് പറഞ്ഞാൽ സർക്കാരിന് ലാൻഡ് ഏറ്റെടുക്കാം. 31B എന്ന് പറഞ്ഞാൽ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചില്ലേ? അതെല്ലാം കൊണ്ടുവന്നത് ഏത് അമെൻമെൻറ്റിലൂടെയാണ്? ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 1951. ആൻസർ അപ്പോൾ ബി ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിൽ നോക്കാം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആർട്ടിക്കിൾ 31 and 31B അലോങ് വിത്ത് ദി 9th ഷെഡ്യൂൾ വെയർ ഇൻസേർട്ടഡ് ബൈ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 1951. ഇതും കൂടി നിങ്ങളൊന്ന് വായിച്ചു പോകണേ. ഇതൊക്കെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നതാണ്. കുറേ കൂടെ വ്യക്തമായിട്ട് ഇവിടെ നോട്ടായിട്ട് തന്നെ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ ഒന്ന് വായിച്ചു പോയാൽ നന്നായിരിക്കും കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയാൽ നിങ്ങളൊന്ന് വായിച്ചു പോകണം കേട്ടോ. ദി 50th ആനിവേഴ്സറി സുവർണ ജൂബിലി അല്ലേ? 50ാം വാർഷികം സുവർണ ജൂബിലി 50th ആനിവേഴ്സറി ഓഫ് ലാൻഡ് റിഫോംസ് ഇൻ കേരള വാസ് ഒബ്സർവ്ഡ് ഇൻ 2020. അത് തന്നെ വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. എന്നാണ് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത്? ഏത് വർഷം? 2020. 70-ലല്ലേ വന്നത്? അപ്പോൾ 20 ആകുമ്പം 2020 ആകുമ്പം 50 വർഷമാവുകയാണ്. ഭൂപരിഷ്കരണത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത്, കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത് ഏത് വർഷം? 2020. അണ്ടർ ദോസ് ലീഡർഷിപ്പ് ഓഫ് ചീഫ് മിനിസ്റ്റർ
വാസ് ദിസ് ആനിവേഴ്സറി ഒബ്സർവ്ഡ്? അതെല്ലാവർക്കും അറിയാം. 2020 കേരളത്തിൽ ആരായിരുന്നു മുഖ്യമന്ത്രി? ഏത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ ഏത് മുഖ്യമന്ത്രിയാണ് ഇതിന് നേതൃത്വം നൽകിയത്, ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്? തീർച്ചയായിട്ടും പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി. ഡി ഓപ്ഷൻ തന്നെയാണ് ആൻസറായി വരുന്നത്. ഡി ഓപ്ഷൻ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം വേണമെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ. 15th anniversary of land reforms observed in 2020 under CM പിണറായി വിജയൻ. ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്, അതൊന്ന് വായിച്ച് വെച്ചിരുന്നത്. നല്ല രീതിയിൽ അവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ അതുകൂടി ഒന്ന് വായിച്ച് പോകണം കേട്ടോ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അത് മാച്ച് ദി ഫോളോയിങ് ആണ്. മാച്ച് ദി ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് വിത്ത് ദെയർ മീനിങ്. ലിസ്റ്റ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ്, ലിസ്റ്റ് സെക്കൻഡ് അതിൻ്റെ മീനിങ് നോക്കാം നമുക്ക്. പി, ഇത് ഓരോ ലെറ്റർ കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. പി എന്നൊരു ലെറ്റർ കൊടുത്തിട്ട് ഫിക്സിങ് ഓഫ് ടെന്യുവർ പൊസസ്, അതായത് ഭൂമിയുടെ കൈവശാവകാശം നൽകുന്നു. ഭൂമിയുടെ കൈവശാവകാശം നൽകുന്നു. ലാൻഡ് റിഫോംസിൻ്റെ ഒരു ആസ്പെക്റ്റ് ആണല്ലോ. കർഷകർക്ക് ഭൂമിയുടെ കൈവശാവകാശം നൽകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റിംഗ് ദി മാക്സിമം എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് ആണോ? അല്ല. ഗ്രാൻറ്റിംഗ് പെർമനൻ്റ് റൈറ്റ്സ് ടു ആണോ? അല്ല. ഒരു വസ്തുവിൽ അവകാശം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇതല്ലേ പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രേറ്ററി ഇവക്ഷൻ എന്ന് പറഞ്ഞാൽ കുടിയൊഴിപ്പിക്കൽ നിന്ന് സംരക്ഷണം നൽകുന്നു, ലാൻഡിൻ്റെ അവകാശം നൽകുന്നു, ലാൻഡിൻ്റെ പൊസഷൻ നൽകുന്നു എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി ഇവക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി ഒരാളെ പുറത്താക്കുന്നതിലെ സംരക്ഷണമല്ലേ ലാൻഡിൽ അധികാരം കൊടുക്കുന്നത്. അപ്പോൾ പി എന്ന് പറയുന്നത് 4 ആണ്. പി ഓർമ്മിച്ചോളുക. ഫിക്സിങ് ഓഫ് കുടികിടപ്പ് ഹോംസ്റ്റഡ്, കുടികിടപ്പ് അവകാശം കൊടുക്കുന്നു. കർഷകർക്ക് കൃഷിഭൂമിയിൽ കുടികിടപ്പ് അവകാശം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഗ്രാൻറ്റിംഗ് പെർമനൻ്റ് റൈറ്റ് ടു ദി ലാൻഡ് എന്നല്ലേ? ഗ്രാൻറ്റിംഗ് പെർമനൻ്റ് റൈറ്റ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അത് ക്യൂ ആണ്. ക്യൂ ഇവിടെയാണ്. അടുത്ത് നോക്ക്, ലാൻഡ് സീലിംഗ് റിലേഷൻഷിപ്പ്. ഭൂമിക്ക് പരിധി ഏർപ്പെടുത്തുന്നു. കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി ഏർപ്പെടുക്കുക, അതല്ലേ ലിമിറ്റിംഗ് മാക്സിമം എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് ഓൺ ക്യാൻ. ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മാക്സിമം എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് അല്ലേ ഒരാൾക്ക്. അപ്പോൾ അതെന്താണ്? ലാൻഡ് സീലിംഗ്. 6 ഇവിടെ വരും, ഒന്നാമത്തെ പോയിന്റിൽ വരും 6. അടുത്ത നമുക്ക് നോക്കാം. ഇനി ഒന്നല്ലേ ഉള്ളൂ. പ്രൊഹിബിഷൻ ഓഫ് ന്യൂ ടെനൻസ്, അതായത് പുതിയ കുടികിടപ്പ് ഒക്കെ നിരോധിക്കുന്നു. പ്രിവെൻറ്റിംഗ് ഫ്യൂച്ചർ ക്രിയേഷൻ ഓഫ് ടെനൻ്റ് ആൻഡ് ലാൻഡ് ലോഡ്. അപ്പം യെസ് ഇതല്ലേ? നോക്കൂ, ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി പോവുക. അപ്പോൾ ശരിക്ക് നമുക്കിവിടെ നോക്കാം. ഇവിടെ പോയി തുടങ്ങാം. പി അല്ലേ ആദ്യം? പി എല്ലാം പി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? P4. P4 രണ്ടിടത്ത് കിടക്കുകയാണ്, നോക്കിക്കോളണേ. P4. അടുത്ത എന്താണ്? Q2. P4 Q2. അപ്പോൾ ഇത് തന്നെ പിടിച്ചോളൂ. ഇതായിരിക്കും ഇവിടെ ഒന്നല്ലേ കിടക്കണം. Q2 R1 കറക്റ്റ്. R1 S3. അപ്പം ഒരു സംശയം വേണ്ട, ബി തന്നെയാണ് ഇവിടെ ആൻസറായി വരുന്നത്. ഈ ചോദ്യത്തിലെ ബി ഓപ്ഷൻ ആയിരിക്കും ആൻസറായി വരുന്നത്. നമുക്ക് പരിശോധിച്ച് നോക്കാം. കറക്റ്റ്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ വല്ലതുകൊണ്ടോ? ഉണ്ട്. ഫിക്സിങ് ഓഫ് ടെന്യുവർ, പ്രൊട്ടക്ഷൻ ഓഫ്, അത് നിങ്ങൾ വായിച്ചോളൂ. നമ്മളിവിടെ പറഞ്ഞ തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാം അവിടെ ഒന്നുകൂടെ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക, മനസ്സിലാക്കി പോവുക. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത് നോക്കൂ. വിത്ത് റെസ്പെക്ട് ടു കേരള ലാൻഡ് റിഫോംസ് ആക്ട് കൺസിഡർ ദി എന്നിട്ട് പറഞ്ഞത് വിച്ച് ഓഫ് ദി അബോവ് ഈസ് ഓർ ആർ കറക്റ്റ്. ഇതെല്ലാം വായിച്ചിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് കണ്ടെത്തണം. ദി ആക്ട് ഗ്രാൻഡഡ് ടെനൻസ് ദി പവർ ടു പർച്ചേസ് ലാൻഡ് ഇൻ ദെയർ പൊസഷൻ ഫ്രം ലാൻഡ് ലോഡ്. ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ടെനൻസിന് എന്ത് പവർ കിട്ടി? ടു പർച്ചേസ് ലാൻഡ് ഇൻ ദെയർ പൊസഷൻ ഫ്രം ലാൻഡ് ലോഡിൽ നിന്ന്, ലാൻഡ് ഓണറിൽ നിന്ന് ലാൻഡ് പർച്ചേസ് ചെയ്യാനുള്ള അധികാരം കിട്ടി. ശരിയല്ലേ? ഇറ്റ് പ്രൊഹിബിറ്റഡ് ദി ക്രിയേഷൻ ഓഫ് ന്യൂ ടെനൻസീസ്, പുതിയ കുടികിടപ്പ് അവകാശങ്ങൾ നിരോധിച്ചു. ശരിയല്ലേ? ഇറ്റ് മാൻഡേറ്റഡ് ദി ക്രിയേഷൻ ഓഫ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ഇൻ എവറി പഞ്ചായത്ത്. ഓരോ പഞ്ചായത്തിലും അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്
സൊസൈറ്റിയൊക്കെ രൂപീകരിക്കണമെന്ന് ഈ നിയമത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള 2 പോയിന്റുകളേ ഉള്ളൂ, 1 and 2. 1 and 2 എന്ന് പറയുന്നത് ഇവിടെ സി ഓപ്ഷനാണ്, ഓൺലി 1 and 2. അപ്പോൾ ആൻസർ എന്തായിരിക്കും? സി ഓപ്ഷനാണ് ആൻസർ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെയുണ്ട്. മാൻഡേറ്ററി കോപ്പറേറ്റീവ് ഫോർമേഷൻ ഇൻ എവറി പഞ്ചായത്ത് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ലിസ്റ്റഡ് ഇൻ ദിസ് ആക്ട്. ഒരിക്കലും ഈ ആക്റ്റിൽ എല്ലാ പഞ്ചായത്തുകളിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അതൊരു തെറ്റായ പ്രസ്താവനയാണ്. അതൊന്ന് വായിച്ചു നോക്കണം. ആ എക്സ്പ്ലനേഷനും കൂടെ എടുത്തൊന്ന് വായിച്ചു നോക്കണം. ഇനി നോക്കൂ, കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 ആദ്യത്തെ കേരള ലാൻഡ് റിഫോംസ് ആക്ട് ആണ്. നമുക്കറിയാം 63 പാസ്സാക്കി, 64 അത് നടപ്പിലാക്കി, പിന്നെ 70 ഭേദഗതികളിലൂടെ പൂർണ്ണമായ രീതിയിൽ നടപ്പിലാക്കിയത് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ 63 ലാൻഡ് റിഫോംസ് റിസീവ്ഡ് ദി അസെന്റ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ വിച്ച് ഡേറ്റ് ആൻഡ് ഈസ് ഒഫീഷ്യലി നോൺ വിച്ച് ആക്ട്. പ്രസിഡന്റിൽ നിന്ന് എന്നാണ് അസെന്റ് നേടിയതും അത് ഏത് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദിച്ചത്. ശരിക്ക് 1963 ഈ ആക്ട് 63 ഡിസംബർ 31 തന്നെയാണ് രാഷ്ട്രപതിയുടെ അനുമതി നേടിയത്. എന്നിട്ട് 1964 ഒന്നാമത്തെ ആക്ട് എന്നാണ് ലാൻഡ് റിഫോംസ് ആക്ട് അറിയപ്പെടുന്നത്. 1963 ഡിസംബർ 31 പിറ്റേ ദിവസം ആണത് ശരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. 1964 ഒന്നാമത്തെ ആക്ട് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ എ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ ആൻസറായി വരുന്നത്. ക്ലിയർ അല്ലേ? നോക്കൂ, പ്രസിഡൻഷ്യൽ അസെന്റ് വാസ് റിസീവ്ഡ് ഓൺ 31 ഡിസംബർ 1963 ആൻഡ് ദി ലോ ഈസ് എൻറോൾഡ് ആസ് ആക്ട് 1 ഓഫ് 1964. ഒന്ന് വായിച്ചോളൂ അതൊക്കെ കേട്ടോ. നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കൺസേണിംഗ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി കേരള ലാൻഡ് റിഫോംസ് ആക്ട് ഈസ് ആർ കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കൺസേണിംഗ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലാൻഡ് റിഫോംസ് ആക്ട്. ലാൻഡ് റിഫോംസ് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. കറക്റ്റാണ്. ഇറ്റ് വാസ് പാർഷ്യലി ഇംപ്ലിമെൻറ്റഡ് ഓൺ 1 ഏപ്രിൽ 1964. ഭാഗികമായിട്ടാണ് 64 നടപ്പാക്കിയത്. ശരിയാണ്. 70 പൂർണ്ണമായും നടപ്പിലാക്കി. ശരിയാണ്. ഇറ്റ് വാസ് ഫുള്ളി ഇംപ്ലിമെൻറ്റഡ് ഫ്രം 1 ജാനുവരി 1970 ഫോളോയിങ് 1969 അമെൻമെൻറ്റ്. നോക്കൂ, 1969 അമെൻമെൻറ്റിന് ശേഷം 70 ജാനുവരി 1 ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ശരിക്കും കറക്റ്റാണത്. The 1969 amendment was passed by second EMS നമ്പൂതിരിപ്പാട് ഗവൺമെൻറ്. ശരിയാണ്. 69 ആണ് EMSൻ്റെ രണ്ടാം EMS മന്ത്രിസഭയുടെ കാലത്താണ് അത് പാസ്സാക്കിയത്. പക്ഷെ നടപ്പിലാക്കിയത് അപ്പോഴും CM മാറി. അച്യുതമേനോൻ്റെ കാലത്താണ് 70 അത് ശരിക്കും നടപ്പിലായി വന്നത്. ദി ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഒക്കേർഡ് ഡ്യൂറിങ് അച്യുതമേനോൻ ഗവൺമെൻറ്. കേട്ടോ, അപ്പോൾ എല്ലാം ശരിയാണ്. 1 2 3 4 ശരിയാണ്. 1 2 3 4 എന്ന് പറയുന്നത് 1 2 3 and 4 എന്ന് പറയുന്നത് ഡി ആണ്. ഇതല്ല, ഡി ആണ്. ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഡി 1 2 3 and 4 ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്, ഡി ഓപ്ഷൻ. ഓൾ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ factually correct based on the legislative timeline. Okay, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ആർട്ടിക്കിൾ 31A വാസ് ആഡഡ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ലോ അക്വയറിംഗ് എസ്റ്റേറ്റ് ഫ്രം ബീങ് ചലഞ്ച്ഡ് അണ്ടർ ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഒക്കെ ഉണ്ടാ ഈ ഗവൺമെൻറ്റിന് വസ്തുവകൾ ഏറ്റെടുക്കാനുള്ള അവകാശം അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആർട്ടിക്കിൾ 31B ഗാവ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റി ടു ലോ പ്ലേസ്ഡ് ഇൻ ദി 9th ഷെഡ്യൂൾ. ഇതിനെതിരെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് 31A പറയുന്നത്. ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാം സ്ഥലം, മിച്ചഭൂമിയായിട്ടൊക്കെ ഏറ്റെടുക്കാം. 31B പറയുന്നത് അതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും തന്നെയാണ്. ഇത് രണ്ടും കറക്റ്റാണ്. രണ്ട് പോയിൻറ്റും കറക്റ്റാണ്. ദി 9th ഷെഡ്യൂൾ വാസ് ഇൻസേർട്ടഡ് ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. തെറ്റല്ലേ? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ അല്ലല്ലോ 9th ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയത്. 9th ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയത് ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് 1951. നമ്മൾ എത്ര തവണ പറഞ്ഞു? അത് മറന്നു പോകരുത്.
1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 9ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയത്, 9th ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയത്, 42ാം ഭേദഗതിയുടെ അല്ല. അപ്പോൾ ഇത് തെറ്റ്. അപ്പോൾ 1ഉം 2ഉം മാത്രമേ ശരിയുള്ളൂ. 1ഉം 2ഉം എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. അപ്പോൾ ആൻസർ ഇവിടെ സി ഓപ്ഷൻ. നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് 3 ഈസ് ഇൻകറക്റ്റ്. ദ 9th ഷെഡ്യൂൾ വാസ് ഇൻസേർട്ടഡ് ബൈ ദി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1951, നോട്ട് ദി 42nd അമെൻമെൻറ്റ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ വിശദമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ കണ്ടിട്ട് ഇതുകൂടി ഒന്ന് വായിച്ചു പോയാൽ പക്ക ഓക്കെ ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ദി ഫേമസ് കേശവാനന്ദ ഭാരതി കേസ് 1973 ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്, പ്രിയാമ്പിളൊക്കെ പഠിപ്പിച്ചപ്പോഴൊക്കെ പറഞ്ഞതാണ്. ഫേമസ് കേശവാനന്ദ ഭാരതി കേസ് വിച്ച് ലേ ഡൗൺ ദി ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, അതല്ലേ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ മുന്നോട്ട് വെച്ചത്, വാസ് ട്രിഗേർഡ് പാർട്ട്ലി ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ചലഞ്ച് കണക്റ്റഡ് വിത്ത് കേരള ലെജിസ്ലേഷൻ. അതായത് കേശവാനന്ദ ഭാരതി കേസ് കേരളത്തിലെ ഏത് നിയമത്തിനെതിരായി തുടങ്ങിയ കേസാണ്. ഇത് കേശവാനന്ദ ഭാരതി കേസ് പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, കേശവാനന്ദ ഭാരതി കേസ് കേരളത്തിലെ ഏത് നിയമത്തിനെതിരായ കേസാണ്? കേരള ലാൻഡ് റിഫോംസ് ആക്ട് ആൻഡ് ഇറ്റ്സ് അമെൻമെൻറ്റ്. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമവും അതിൻ്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ് കേശവാനന്ദ ഭാരതി. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു ഹിന്ദു റിലീജിയസ് സന്യാസിയാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മഠവുമായി ബന്ധപ്പെട്ട് കുറേ ഭൂസ്വത്തുകളുണ്ടായിരുന്നു. ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു. മിച്ചഭൂമിയായിട്ട് ആ സ്ഥലമൊക്കെ ഭൂപരിധിക്ക് പുറത്തുള്ള സ്ഥലമൊക്കെ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഭയപ്പെട്ട് അങ്ങനെയാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. അന്ന് 31ാം ആർട്ടിക്കിൾ ഭരണഘടനാ പ്രകാരം മൗലിക അവകാശമായിരുന്നു സ്വത്തവകാശം. 73 കാര്യമാണ് പറയുന്നത്. 73 ആർട്ടിക്കിൾ 31 വാലിഡായിരുന്നു. ശരിക്ക് അവിടെ എന്താണ് സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. 78 44ാം ഭേദഗതിയിലൂടെയല്ലേ ആ സ്വത്തവകാശം നിയമാവകാശമായി മാറിയത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ലിസ്റ്റിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. അതൊക്കെ ഒന്ന് ഓർത്തോളൂ ഇത് പഠിക്കുമ്പോൾ കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് വിശാലമായിട്ടൊന്ന് പഠിച്ചു വെച്ചോളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻ കേശവാനന്ദ ഭാരതി ഹാഡ് ചലഞ്ച്ഡ് സർട്ടൺ കേരള ലാൻഡ് റിഫോംസ് മെഷേഴ്സ് റിലേറ്റിംഗ് ടു ഹിസ് മുഡ്സ് ലാൻഡ് വിച്ച് ലെഡ് ടു ദി ഹിസ്റ്റോറിക് 1973 സുപ്രീം കോടതി വേർഡിക്റ്റ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലാൻഡ് റിവ്യൂ നോക്കൂ, ദി ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് as part of which amendment to കേരള ലാൻഡ് റിഫോംസ് എന്നാണ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് അനുസരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ് വന്നത്. ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്ന് 1970 കഴിഞ്ഞിട്ട് 1972 ഒരു ഭേദഗതി ഉണ്ടായി. ആ 72 ഭേദഗതിയിലൂടെയാണ് ദി ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ് നിലവിൽ വന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡി ഓപ്ഷനാണ് 72 അമെൻമെൻറ്റ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആൻസറായി വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ചോദ്യം ഇതൊക്കെ ഒന്ന് വായിച്ചു പോകണേ. ഇവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഇപ്പം പറഞ്ഞതാണ്. ദി ലാൻഡ് റിഫോം റിവ്യൂ ബോർഡ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് പാർട്ട് ഓഫ് 1972nd amendment to the Kerala Land Reforms Act. Okay. Next, consider the following with respect to the Land Reforms Review Board of Kerala. നോക്കൂ, the Revenue Minister is chairperson of the board. നോക്കണോ, ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ് ഓഫ് കേരളയുടെ ചെയർമാൻ എപ്പോഴും റവന്യൂ മിനിസ്റ്റർ ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചത്. അത് ശരി. ദി സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് മെമ്പർ ആക്ട് ആസ് ദി കൺവീനിയർ. സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് മെമ്പർ തന്നെയാണ് അതിൻ്റെ കൺവീനർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദി ബോർഡ് ഹാസ് 5 അൺഒഫീഷ്യൽ മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദി ഗവൺമെൻറ് നാമനിർദ്ദേശം ചെയ്യുന്ന 5 അൺഒഫീഷ്യൽ അനൗദ്യോഗികമായിട്ടുള്ള അംഗങ്ങൾ ഇതിനകത്തുണ്ടാകും എന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ അതും ശരിയാണ്. ദി ബോർഡ് മസ്റ്റ് മീറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് എവറി 3 months. അത് തെറ്റിപ്പോയി. ഓരോ 3 മാസം കൂടുമ്പോഴും ബോർഡ് ഒരു മീറ്റിങ്ങിലും കൂടണമെന്നാണ് പറഞ്ഞത്. തെറ്റാണ്. 3 months അല്ല, 6 months ആണ്. ഓരോ 6 മാസം കൂടുമ്പോഴാണ് ഒരു മീറ്റിംഗ് കൂടേണ്ടത് നിർബന്ധമായി വരുന്നത്. അപ്പോൾ 1, 2, 3 അല്ലേ? 1, 2, 3 എന്ന് പറയുന്നത് എ ഓപ്ഷൻ അല്ലേ? എ ഓപ്ഷൻ. ദി ബോർഡ് മസ്റ്റ് മീറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് എവറി 6 months, നോട്ട് 3 months. കണ്ടോ, 6 മാസം കൂടുമ്പോഴാണ്. ഞാൻ അവിടെ നോട്ട് ചെയ്ത് അത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ഒന്ന് വായിച്ചു പോവുക.
നല്ല പോയിന്റുകളാണ്, നല്ല ചോദ്യങ്ങളാണ്, വ്യക്തതയോടെ മനസ്സിലാക്കി പോവുക. അണ്ടർ സെക്ഷൻ 82, 83 of Kerala Land Reforms Act, what is the standard land ceiling fixed for unmarried adult single person? ഒരു സിംഗിൾ പേഴ്സണ് എത്ര ഭൂമി കൈവശം വയ്ക്കാം? സ്റ്റാൻഡേർഡ് ഏക്കറിൽ പറഞ്ഞാൽ മതി. സ്റ്റാൻഡേർഡ് ഏക്കറിൽ പറഞ്ഞാൽ സി ഓപ്ഷനാണ്, 5 സ്റ്റാൻഡേർഡ് ഏക്കറാണ്. അപ്പോൾ 6 മുതൽ 7.5 വരെ നോർമൽ ഏക്കറായിട്ട് വരും. 6 മുതൽ 7.5 വരെ നോർമൽ ഏക്കർ കൈവശം വയ്ക്കാം. പക്ഷെ എൻ്റെ സ്റ്റാൻഡേർഡ് ഏക്കറിൽ പറയുമ്പോൾ 5 സ്റ്റാൻഡേർഡ് ഏക്കറാണ്. സി ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരുന്നത്, സി ഓപ്ഷൻ. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്ക്. ആൻ അൺമാരീഡ് അഡൽട്ട് ക്യാൻ പൊസസ് എ മാക്സിമം ഓഫ് 5 സ്റ്റാൻഡേർഡ് ഏക്കർ, കേട്ടോ, 6 to 7.5 ഓർഡിനറി ഏക്കേഴ്സ്. അപ്പോൾ ഇവിടെ ഓർഡിനറി എന്നാണ് ആൻസർ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇതായിരിക്കണം, ക്വസ്റ്റ്യനിൽ വന്നിരുന്നെങ്കിൽ ഇതായിരിക്കും അവിടെ ആൻസറായി വരുന്നത്. ഓക്കെ ആയിരുന്നല്ലോ, ക്ലിയർ അല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇഫ് എ പേഴ്സൺ പൊസസ് ലാൻഡ് ഇൻ എക്സസ് ഓഫ് സീലിംഗ് ലിമിറ്റ് പ്രിസ്ക്രൈബ് അണ്ടർ കേരള ലാൻഡ് റിഫോംസ് ആക്ട്. കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ലാൻഡ് സീലിംഗ് ഉണ്ടല്ലോ, അങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്ന ലിമിറ്റിലധികം കൈവശം വച്ചിരിക്കുകയാണെങ്കിൽ വിത്തിൻ ഹൗ മെനി മന്ത്സ് മസ്റ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ബി ഫയൽഡ് ബിഫോർ ദി സ്റ്റേറ്റ് ലാൻഡ് ബോർഡ്. ഈ ലാൻഡ് സീലിങ്ങിന് കൂടുതൽ ഭൂപരിധിക്ക് അപ്പുറം കൈവശം വച്ചിരിക്കുന്ന അപ്പുറം ഭൂസ്വത്ത് ഉണ്ട് എങ്കിൽ ശരിക്ക് എത്ര സമയത്തിനുള്ളിൽ ലാൻഡ് ബോർഡിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തിരിക്കണം? നമ്മൾ പഠിച്ചതാണല്ലോ, 3 മാസത്തിനുള്ളിലാണ്. ഡി ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരുന്നത്. 3 മാസത്തിനുള്ളിൽ ആ വിവരം കാണിച്ചുകൊണ്ട്. ഇപ്പം നേരത്തെ നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി കൈവശം ഉണ്ട് എന്ന് വിചാരിക്കുക. കൈവശമുള്ള ഭൂമി അതിലധികവും കൂടി അയാൾ എങ്ങനെയെങ്കിലും കൈവശം വന്നാൽ തീർച്ചയായിട്ടും അത് 3 മാസത്തിനുള്ളിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ലാൻഡ് ബോർഡിനെ അറിയിച്ചിരിക്കണം. ഇഫ് ലാൻഡ് എക്സീഡ് ദി സീലിംഗ് ലിമിറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി ഫയൽഡ് ബിഫോർ ദി സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് വിത്തിൻ 3 months. 3 മാസത്തിനകമാണ് ആ വിവരം അറിയിക്കേണ്ടത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഫങ്ഷൻസ് ഓഫ് ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ്? ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സൂപ്പർവൈസിങ് ദി അസസ്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ്. മിച്ച ഭൂമി ഏറ്റെടുത്തത് എങ്ങനെ വിതരണം നടത്തുന്നു, അതിന് സൂപ്പർവിഷൻ നടത്തുക. കറക്റ്റായിട്ട് ശരിയാണത്. എക്സാമിനിങ് ദി ഡിസ്പ്യൂട്ട് ആൻഡ് അപ്പീൽസ് റിലേറ്റഡ് ടു ലാൻഡ് പൊസഷൻ. ഭൂമി കൈവശവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ആ ഡിസ്പ്യൂട്ടുകൾ ഒന്ന് എക്സാമിൻ ചെയ്യുക, പരിശോധിക്കുക. ഏതൊക്കെയാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ? നോക്കൂ. പ്രൊവൈഡിങ് സജഷൻ ടു ദി ഗവൺമെൻറ് ടു പ്ലഗ് ലൂപ്പ് ഹോൾസ് ഇൻ ദി ആക്ട്. ഈ നിയമത്തിലെ ലൂപ്പ് ഹോൾസ്, ഈ നിയമത്തിലെ പഴുതുകൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. അത് ആ പഴുതുകൾ അടയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഗവൺമെൻറ്റിനെ ഓർമ്മിപ്പിക്കുക. ഇതൊക്കെ ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡിൻ്റെ പ്രധാന ഫങ്ഷൻസാണ്. കണ്ടക്റ്റിംഗ് ഇലക്ഷൻ ടു ലോക്കൽ ബോഡീസ്. തെറ്റല്ലേ? ലോക്കൽ ബോഡീസിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനല്ലേ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അല്ലാതെ ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡാണോ? അല്ല. അപ്പോൾ 3 പോയിന്റുകൾ കറക്റ്റാണ്, അവസാനം പറഞ്ഞത് തെറ്റാണ്. അപ്പം 1, 2, 3 ആണ് കറക്റ്റ്. അങ്ങനെ വല്ലതും ഉണ്ടോ? ഇവിടെ ഉണ്ട്. എ ഓപ്ഷനാണ്. only 1, 2 and 3. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കൂ. ബോർഡ് ഹാസ് സൂപ്പർവൈസറി, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആൻഡ് അഡ്വൈസറി റോൾസ്. കണ്ടക്ടിങ് ഇലക്ഷൻ ഈസ് ദി ഫങ്ഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. കണ്ടോ? അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കാൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ, അല്ലാതെ ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡിന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു റോളുമില്ല. ഓർത്തോളണേ. നെക്സ്റ്റ് ചോദ്യം. The maximum land ceiling for a family with more than 5 members. 5 members under Kerala Land Reforms Act. 5 അംഗങ്ങളുള്ള ഒരു ഫാമിലിക്ക് എത്ര? 5 അംഗങ്ങൾ. നോക്കൂ. മാക്സിമം ലാൻഡ് സീലിംഗ് ഫോർ ഫാമിലി വിത്ത് മോർ ദാൻ 5 members. 5 members നമ്മൾ പഠിച്ചത് എന്താണ്? 5 അംഗങ്ങൾ ഉള്ള ആ ഫാമിലി ആണെങ്കിൽ ഓർഡിനറി ഏക്കേഴ്സ്
20 ഓർഡിനറി ഏക്കേഴ്സ് അല്ലേ വരുന്നത്? ബി ഓപ്ഷൻ അല്ലേ ഇവിടെ ആൻസറായി വരുന്നത്? കറക്റ്റാണ്, ബി ഓപ്ഷനാണ് കേട്ടോ. For a family with more than 5 members, the ceiling is 10+1. ഓരോ 10 ശേഷം ഓരോരുത്തർക്ക് ഓരോ ഏക്കർ എന്നുള്ള രീതിയിൽ ഏക്കർ per additional person with the maximum of 12 and a maximum of 20 ഓർഡിനറി ഏക്കേഴ്സ്. ഇവിടെ ഓർഡിനറി ഏക്കേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്, 20 നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ അത് കേട്ടോ. കൺസിഡർ ദി following statement regarding the term of Land Reforms Review Board. Consider the following statement regarding the term of Land Reforms Review Board. അതിൻ്റെ ടേം, അതിൻ്റെ കാലാവധിയെക്കുറിച്ച്. ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡിൻ്റെ കാലാവധി. ദി ബോർഡ് ഈസ് ഫോംഡ് ഫോർ എ ടേം ഓഫ് 2 years. കറക്റ്റാണ്. ദി അൺഒഫീഷ്യൽ മെമ്പേഴ്സ് ആർ 5 in member നോമിനേറ്റഡ് ബൈ ഗവൺമെൻറ്. അതും കറക്റ്റാണ്. 5 അംഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ദി കൺവീനർ ഈസ് ദി മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലാൻഡ് ബോർഡ്. ദി കൺവീനർ ഈസ് ദി മെമ്പർ. സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് മെമ്പർ ആയിരിക്കും അതിൻ്റെ കൺവീനർ. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. 3 കറക്റ്റാണ്. 1, 2 and 3 എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. സി ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓൾ ദി 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടേം ഓഫ് ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ്. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. ഇൻ ദി ട്രഡീഷണൽ ലാൻഡ് ഓണർഷിപ്പ് സിസ്റ്റം, ഇൻ ദി ട്രഡീഷണൽ ലാൻഡ് ഓണർഷിപ്പ് സിസ്റ്റം ഓഫ് ട്രാവൻകൂർ, ട്രഡീഷണൽ ലാൻഡ് ഓണർഷിപ്പ് സിസ്റ്റം ഓഫ് ട്രാവൻകൂർ, ലാൻഡ് വിച്ച് വാസ് അണ്ടർ ദി ഡയറക്റ്റ് കൺട്രോൾ ഓഫ് കിങ് ആൻഡ് യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആൻഡ് റവന്യൂ വാസ് കോൾഡ്. രാജാവിൻ്റെ കൈവശമുള്ള ആ ഭൂമിയെ നമ്മൾ എന്താ വിളിക്കുന്നതിന്? ഗവൺമെൻറ്റിൻ്റെ, ഇപ്പോഴും നമ്മൾ ഗവൺമെൻറ് എന്ന് പറയും. നേരത്തെ അത് രാജാവാണ്. രാജാവിൻ്റെയോ ഗവൺമെൻറ്റിലോ കൈവശമുള്ള ഭൂമിയല്ലേ നമ്മൾ പണ്ടാരവക ലാൻഡ് എന്ന് പറയുന്നത്. പണ്ടാരവക ലാൻഡ് ഡി ആണ് ഇവിടെ ഓപ്ഷൻ കറക്റ്റായി വരുന്നത്. ഡി, പണ്ടാരവക ലാൻഡ്. മറക്കരുത്. പണ്ടാരവക ലാൻഡ് വാസ് അണ്ടർ ദി ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദി കിങ്. ഇൻകം ഫ്രം ഇറ്റ് മീറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റോയൽ എക്സ്പെൻസസ്. രാജാവിൻ്റെ ആ റോയൽ എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് ഈ ലാൻഡിൽ നിന്നുള്ള ടാക്സ് കൊണ്ട് തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ. പണ്ടാരപ്പാട്ടം വിളംബരവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊക്ലമേഷൻ. നിങ്ങൾക്കറിയാം പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ, അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഇറ്റ് വാസ് ഇഷ്യൂഡ് ഇൻ 1865 1040 ME. ME എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളം എറ, കൊല്ലവർഷം. ഡ്യൂറിങ് ദി റെയിൻ ഓഫ് മഹാരാജ ആയില്യം തിരുനാൾ. ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് 1865 കൊല്ലവർഷം 1040 പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയത്. വളരെ കറക്റ്റാണ്. ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് മാഗ്ന കാർട്ട ഓഫ് പെസൻസ് ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നിത് അറിയപ്പെടുന്നു. ശരിയാണ്. ഇറ്റ് വാസ് ഇഷ്യൂഡ് ബേസ്ഡ് ഓൺ സജഷൻ ഓഫ് ദിവാൻ ടി മാധവറാവു. ഈ പണ്ടാരപ്പാട്ട വിളംബരം തയ്യാറാക്കിയ അന്നത്തെ ദിവാൻ എന്ന് പറയുന്നത് ടി മാധവറാവു ആയിരുന്നു. കറക്റ്റാണ്. ഇറ്റ് കൺഫേംഡ് ഓണർഷിപ്പ് റൈറ്റ് ഓൺലി ഓൺ ടെനന്റ് ഓഫ് ജന്മം പ്രൈവറ്റ് ലാൻഡ്. അത് തെറ്റാണ്. ഇത് 3 ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. 1, 2 and 3. 1, 2 and 3. എ ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരുന്നത്. എ ഓപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ കൂടി ഒന്ന് വായിച്ച് നോക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ ഓഫ് 1865. ഈ ഇയർ ഒരിക്കലും മറക്കരുത്. ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ദിവാൻ ഓഫ് ട്രാവൻകൂർ? ഇപ്പം നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ. ടി മാധവറാവുവിൻ്റെ കാലത്തല്ലേ പണ്ടാരപ്പാട്ട വിളംബരം. ആയില്യം തിരുനാളാണ് ആ പ്രൊക്ലമേഷൻ നടത്തിയത്. പക്ഷേ ആ സമയത്ത് ദിവാനായിരുന്നത് ആരാണ്? ടി മാധവറാവു തന്നെയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൊവിഷൻസ് ഡിഡ് പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ ഇൻട്രൊഡ്യൂസ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൊവിഷൻ ഡിഡ് പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ ഇൻട്രൊഡ്യൂസ്? ടെനൻസ് ഓഫ് ഗവൺമെൻറ് ലാൻഡ് റിസീവ്ഡ് ഫുൾ ഓണർഷിപ്പ്. ടെനൻസ് ഓഫ് ഗവൺമെൻറ് ലാൻഡ് റിസീവ്ഡ് ഫുൾ ഓണർഷിപ്പ്. അത് തന്നെയാണല്ലോ.
കർഷകർക്ക് പൂർണ്ണമായ അവകാശം നൽകി. ഫാമേഴ്സ് ഗെയിൻഡ് ദി ലീഗൽ റൈറ്റ് ടു സെൽ ആൻഡ് ട്രാൻസ്ഫർ ലാൻഡ്. ലാൻഡ് വാങ്ങാനും വിൽക്കാനും ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ കർഷകർക്ക് അധികാരം ലഭിച്ചു. ടാക്സ് പേബിൾ ടു ഗവൺമെൻറ് വാസ് പ്രിസിസ്ലി ഫിക്സഡ്. വളരെ വ്യക്തമായി ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ടാക്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഓക്കെയാണ്. ഫാമേഴ്സ് കുഡ് നോട്ട് ബി ഇവിക്റ്റഡ് ഫ്രം ലാൻഡ് ആസ് ലോങ് ആസ് ദേ പെയ്ഡ് ടാക്സ് കറക്റ്റ്ലി. അവർ ടാക്സ് കറക്റ്റായിട്ട് കൊടുക്കുന്നത് വരെ അവരെ പുറത്താക്കാൻ പറ്റില്ല. ലാൻഡിൽ ടാക്സ് കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ ഒരു കർഷകനെയും പുറത്താക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കറക്റ്റ് അല്ലേ? 1, 2 and 3, 1, 2, 3 and 4 കറക്റ്റ്. ഡി ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. ഒന്ന് വായിച്ചോളുക. അടുത്ത എന്താണ്? കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ജമ്മി കുടിയാൻ പ്രൊക്ലമേഷൻ ഓഫ് 1867. 1865 പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ, 1867 ജന്മികുടിയാൻ പ്രൊക്ലമേഷൻ. അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ഇഷ്യൂഡ് ബൈ മഹാരാജ ആയില്യം തിരുനാൾ. കറക്റ്റ് തന്നെയാണ്. അതും ആയില്യം തിരുനാളിൻ്റെ കാലത്ത് 2 വർഷമല്ലേ ആകുന്നുള്ളൂ. 1865 പണ്ടാരപ്പാട്ട. 67 ആയപ്പോഴും അദ്ദേഹം തന്നെയാണ്. ആര്? ആയില്യം തിരുനാൾ. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് ജമ്മി കുടിയാൻ പ്രൊക്ലമേഷനും ഉണ്ടായത്. ഇറ്റ് വാസ് നോൺ ആസ് കാണംപാട്ടം പ്രൊക്ലമേഷൻ. ശരിയാണ്. അതിനെ വിളിക്കുന്ന കാണപ്പാട്ട വിളംബരം എന്ന് നമ്മൾ പഠിച്ചതാണ്. അതും ശരി തന്നെയാണ്. ഇറ്റ് പ്രൊഹിബിറ്റഡ് ദി ജമ്മി ഫ്രം ആർബിട്രേറ്ററി ഇവിക്റ്റിംഗ് ടെനൻസ് ഹൂ പെയ്ഡ് റെൻറ്റ് റെഗുലർലി. അതും കറക്റ്റാണ്. റെഗുലറായിട്ട് റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കർഷകനെയും ഭൂമി നിറക്കി വിടാൻ പറ്റില്ല. ഇറ്റ് അബോളിഷ്ഡ് ഓഫീസ് ഓഫ് ജമ്മി അൽ ടുഗദർ. അത് തെറ്റല്ലേ? ജന്മി എന്ന് പറയുന്ന ഒരു ഏർപ്പാടേ അവസാനിപ്പിച്ചില്ല. അങ്ങനെ അവസാനിപ്പിച്ചിട്ടില്ല. മൊത്തത്തിൽ ജന്മിയുടെ പദവി ഇല്ലാതാക്കിയില്ല. ജന്മി ഉണ്ട്, പക്ഷേ പവറെല്ലാം കുറച്ച് ഈ കർഷകരെ ചൂഷണം ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പോൾ 1, 2, 3 കറക്റ്റാണ്. 1, 2, 3 എന്ന് പറയുന്നത് എ ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരുന്നത്. കറക്റ്റാണ്. എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദി കണ്ടെഴുത്ത് പ്രൊക്ലമേഷൻ വാസ് ഇഷ്യൂഡ് ഇൻ വിച്ച് ഇയർ ആൻഡ് വാട്ട് ഡസ് ദി ടേം കണ്ടെഴുത്ത് ലിറ്ററലി മീൻ? കണ്ടെഴുത്ത് പ്രൊക്ലമേഷൻ ഏത് വർഷമാണ്? കണ്ടെഴുത്തെന്ന് പറഞ്ഞാൽ പേഴ്സണലി സീ, മെഷർ ആൻഡ് റെക്കോർഡ് ഇൻഫർമേഷൻ എബൌട്ട് ലാൻഡ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഭൂമി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. അതല്ലേ ഇതാ പറഞ്ഞിരിക്കുന്നത്. 1886 കണ്ടെഴുത്ത് വിളംബരം, കണ്ടെഴുത്ത് പ്രൊക്ലമേഷൻ. ടു സീ പേഴ്സണലി സീ, മെഷർ, റെക്കോർഡ് ഇൻഫർമേഷൻ എബൌട്ട് ലാൻഡ്. ഭൂമിയെ നേരിട്ട് കണ്ട് അളന്ന് തിട്ടപ്പെടുത്തി അത് രേഖപ്പെടുത്തി വയ്ക്കുക. അതാണ് കണ്ടെഴുത്ത് വിളംബരം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടെഴുത്ത് എന്ന വാക്കിൽ തന്നെ ഉണ്ടല്ലേ, കണ്ട് അളന്ന് രേഖപ്പെടുത്തി വയ്ക്കുന്ന സമ്പ്രദായം. അത് 1886 കണ്ടെഴുത്ത് വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോൾ ആൻസർ ഇതാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് വ്യക്തമായി ഓർമ്മിച്ച് വെച്ചോളുക. അപ്പോൾ കണ്ടെഴുത്ത് പ്രൊക്ലമേഷൻ വാസ് ഇഷ്യൂഡ് ഇൻ വിച്ച് ഇയർ? 1886. ആൻഡ് വാട്ട് ഡസ് ദി ടേം കണ്ടെഴുത്ത്? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടു പേഴ്സണലി സീ, മെഷർ ആൻഡ് റെക്കോർഡ് ഇൻഫർമേഷൻ എബൌട്ട് ലാൻഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസർ സി അല്ലേ ഇവിടെ വരുന്നത്? കറക്റ്റാണ്, സി തന്നെയാണ്. വായിച്ചോളുക. ദെൻ അടുത്ത പോയിന്റിലേക്ക്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വെയർ ദി മെയിൻ റിസൾട്ട് ഓഫ് കണ്ടെഴുത്ത് പ്രൊക്ലമേഷൻ 1886? 1886 കണ്ടെഴുത്ത് പ്രൊക്ലമേഷൻ്റെ മെയിൻ റിസൾട്ട് എന്തായിരുന്നു? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാമർ ആൻഡ് ഗവൺമെൻറ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ശരിയല്ലേ? ഫാമറും കർഷകരും ഗവൺമെൻറ്റുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധം ഉണ്ടായി. ടാക്സ് എവിക്ഷൻ വാസ് റിഡ്യൂസ്ഡ് ആൻഡ് ഗവൺമെൻറ് റവന്യൂ ഇൻക്രീസ്ഡ്. നോക്കൂ, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. ഒരാളുടെ ലാൻഡ് ഇത്രയാണ്, അതിൽ നിന്നുള്ള ടാക്സ് ഇത്രയാണ് ഫിക്സ് ചെയ്ത് വന്നപ്പോൾ ആ ടാക്സ് കൃത്യമായി കൊടുക്കുന്നു, കർഷകൻ കൊടുക്കാൻ കഴിയുന്നു. അങ്ങനെ വന്നപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ വരുമാനം വർദ്ധിച്ചു. ആരും
ടാക്സ് കൊടുക്കാതിരിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം, വ്യക്തതയുണ്ട്, വളരെ വ്യക്തതയുണ്ട്. ഇത്ര ഭൂമി എനിക്കുണ്ട്, അതിന് ഇത്ര ടാക്സ് ഞാൻ കൊടുക്കണം എന്ന് ഓരോ കർഷകനും അറിയാം, അത് നൽകുന്നു. ലാൻഡ് റിലേറ്റഡ് കോർട്ട് കേസസ് ഡിക്ലൈൻഡ്, കേസുകളുടെ എണ്ണം കുറഞ്ഞു. ഭൂസംബന്ധമായ കേസുകൾ വരുന്ന എപ്പോഴാണ്? ഭൂമിക്കൊരു അതിർത്തി ഇല്ലാതെ വരുമ്പോൾ, ആ ഭൂമിയിൽ നിന്ന് ഭൂമിക്ക് കൊടുക്കേണ്ടുന്ന ടാക്സ് എത്രയാണെന്ന് ഒരു വ്യക്തതയില്ലാതെ വരുമ്പോൾ, ഇപ്പോഴൊക്കെ ആ സമയത്തൊക്കെ അല്ലേ ലാൻഡ് റിലേറ്റഡ് ഡിസ്പ്യൂട്ടുകളൊക്കെ ഉണ്ടാകുന്നത്, കേസുകളൊക്കെ ഉണ്ടാകുന്നത്. അതിന് സാധ്യതയില്ല. ഒരു കർഷകനോട് പറയുന്നു, നിനക്ക് ഇത്ര സ്ഥലം, അതിൽ നീ കൊടുക്കേണ്ടുന്ന ടാക്സ് ഇത്രയാണ്, ഫിക്സഡ് ആണ്. അപ്പം തർക്കങ്ങൾക്ക് സാധ്യത കുറഞ്ഞു. ശരിയല്ലേ? ഈച്ച് ഫാമർ റിസീവ്സ് പട്ടയം, ഓരോരുത്തർക്ക് പട്ടയം കൊടുത്തു, അളന്ന് തിട്ടപ്പെടുത്തി പട്ടയം കൊടുത്തു. അപ്പോൾ ഇത് 4 കറക്റ്റ് അല്ലേ കണ്ടെഴുത്ത് പ്രൊക്ലമേഷനുമായി ബന്ധപ്പെട്ട്? അപ്പോൾ 1, 2, 3 and 4 എന്ന് പറയുന്ന ബി ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരുന്നത്. ഓൾ 4 വെയർ ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് കണ്ടെഴുത്ത് പ്രൊക്ലമേഷൻ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അറേഞ്ച് ദി ഫോളോയിങ് ട്രാവൻകൂർ ലാൻഡ് റിഫോം മെഷേഴ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. നോക്കൂ, അതിൻ്റെ കൃത്യമായ ഓർഡറിൽ ഇനി പറയുന്നത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അറേഞ്ച് ദി ഫോളോയിങ് ട്രാവൻകൂർ ലാൻഡ് റിഫോംസ് മെഷേഴ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഓർഡറിൽ പറയണം. ഇത് 4 പ്രൊക്ലമേഷൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കതിൻ്റെ ഇയർ വെച്ച് നോക്കാം. ആദ്യത്തെ നമുക്കറിയാം, പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ 1865 ക്ലിയർ അല്ലേ? 1865. ജന്മികുടിയാൻ പ്രൊക്ലമേഷൻ 1867. കണ്ടെഴുത്ത് പ്രൊക്ലമേഷൻ ഇപ്പം നമ്മൾ പറഞ്ഞതാണ് 1886. ജന്മികുടിയാൻ പ്രൊക്ലമേഷൻ 1932. അപ്പോൾ ഓർഡർ എങ്ങനെ വരുമെന്ന് നോക്കൂ. നിങ്ങൾ നോക്കൂ, ഓർഡർ വരുന്നത് 4 ശരിക്ക്. ഓർഡർ വരുന്നത് ആദ്യം ഇതല്ലേ, ഫസ്റ്റ് 1 ഇതല്ലേ, അപ്പോൾ 1. അടുത്തത് രണ്ടാമത് വരുന്നത് നോക്കൂ നിങ്ങൾ, ശരിക്ക് ക്രോണോളജിക്കൽ ഓർഡറിൽ പറഞ്ഞാൽ ആദ്യത്തത് 3 ആദ്യമായിട്ട് വരുന്നത്. 3 മൂന്നാമത്തത്. 3 ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത്. അടുത്തത് വരുന്നത് രണ്ടാമതായി വരേണ്ടത് ഏതാണ്? 1867 ജമ്മികുടിയാൻ അല്ലേ? അപ്പോൾ നോക്കും, 3 ആദ്യം വരണം, 1 രണ്ടാമത് വരണം അല്ലേ? 3 നമുക്ക് നോക്കാം ഇത്. അതെ, 3, 2, പിന്നെ വരുന്ന എന്താണ്? 4, 886 കറക്റ്റാണ്. അടുത്തത് 1. ഇത് നോക്കണ്ട, നിങ്ങൾ ഈ ഓർഡർ നോക്കൂ. ഇതാണ് സി ആണ് ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത്. മൂന്നാമത്തതാണ് ആദ്യം 1865. എന്നിട്ട് നോക്കൂ, രണ്ടാമത്തത് അടുത്ത വരുന്നത്, അതായത് ഞാൻ ആ ഡേറ്റ് ഇട്ടിരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കണേ, 1865 അതാണ് മൂന്നാമത്തത്, അതാണ് ആദ്യം വരേണ്ടത്. അടുത്തത് നമ്മൾ വരുന്നത് ഒന്നാമത്തെയാണ്, 1800. ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയി, നോക്കാം, ഒന്നുകൂടെ ഞാൻ പറയാം കേട്ടോ. അതായത് ശ്രദ്ധിക്കുക, ഇവിടെ പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ 1865 കറക്റ്റാണ്. അടുത്ത വരുന്ന ഏതാണ്? ജന്മികുടിയാൻ പ്രൊക്ലമേഷനാണ്. ഞാൻ ഇയർ എഴുതി തെറ്റിപ്പോയി. ജമ്മികുടിയാൻ പ്രൊക്ലമേഷൻ 1867 ജമ്മികുടിയാൻ പ്രൊക്ലമേഷൻ. അടുത്തത് കണ്ടെഴുത്ത് പ്രൊക്ലമേഷനാണ് ഇവിടെ വരുന്ന 1886. ഇതാണ് 1932 അമെൻമെൻ്റ് ആക്റ്റാണ്. സോറി കേട്ടോ, നേരത്തെ എഴുതിയത് തെറ്റിപ്പോട്ട്, കുഴപ്പമില്ല, നമുക്ക് തെറ്റി കറക്റ്റ് ചെയ്യുമ്പോഴേ കൂടുതൽ മറക്കാതിരിക്കുകയുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഇയർ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴേ കൺഫ്യൂഷനാകും. ഒരല്പം ശ്രദ്ധയോടുകൂടി നിങ്ങൾ പഠിക്കണേ. അപ്പോഴിവിടെ എങ്ങനെ നമുക്ക് പറയാം? ആദ്യം വരുന്നത് 3 അല്ലേ? ആദ്യം വരുന്നത് 3 പണ്ടാരപ്പാട്ട. അടുത്ത വരുന്നത് ഏതാണ്? അടുത്ത വരുന്നത് 2 കറക്റ്റ്, 2. ഇവിടെ 2 കിടക്കുകയാണ്, നമുക്ക് നോക്കാം.
2ആണ്. അടുത്തത് വരുന്നത് 4ആണ്. ഇതാണ്. ഇനി ഒടുവിൽ വരുന്നതാണോ? അപ്പോൾ സി ആണ് ഇവിടുത്തെ ഓപ്ഷൻ. എനിക്കൊരല്പം കൺഫ്യൂഷൻ വന്നു പോയി കേട്ടോ. നിങ്ങളത് ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ചില വളരെ ശ്രദ്ധാപൂർവം നോക്കിയില്ലെങ്കിൽ പറ്റിപ്പോകുന്ന നിസാര കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, അയ്യേ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണോ സാറിന് ഇങ്ങനെ തെറ്റിപ്പോയത്, ആശാനും അടവ് തെറ്റും കേട്ടോ, അങ്ങനെ തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസറായി വരുന്നത്? സി ഓപ്ഷൻ തന്നെയാണ് ആൻസറായി വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ആ ഇയറുകൾ ഒന്ന് മനസ്സിൽ വെച്ചോളുക. ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ ആ കൃത്യമായിട്ട് എഴുതുക. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഇനി നിങ്ങൾക്ക് പറ്റരുത്. അതാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒഴിവാക്കാതെ എനിക്ക് പറ്റിയ തെറ്റോടുകൂടി തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരല്പം ശ്രദ്ധാപൂർവം ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റും. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ. കൂടുതൽ ശ്രദ്ധാപൂർവം. നിങ്ങൾക്കത് പറ്റില്ല, കാരണം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഓർമ്മശക്തി ഉള്ളവരാണ്. നമ്മളൊക്കെ വയസ്സായില്ലേ അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്നെക്കാളും എത്രയോ ഓർമ്മശക്തി ഉള്ളവരാണ് നിങ്ങൾ. തെറ്റില്ല. ഈ പറഞ്ഞ ഡേറ്റുകളൊക്കെ നിങ്ങളുടെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായി. പിന്നീട് ആലോചിച്ചപ്പോഴാണ് വന്ന മിസ്റ്റേക്ക് കണ്ടെത്തിയത്. അപ്പം ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നോക്കൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദി സോഷ്യൽ ആൻഡ് ഇക്കണോമിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദീസ് പ്രൊക്ലമേഷൻ ഈസ് ആർ കറക്റ്റ്? ദേ ലെഡ് ടു ദി കൊളാപ്സ് ഓഫ്, അതായത് നമ്മുടെ ഭൂപരിഷ്കരണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ആ പ്രൊക്ലമേഷൻസൊക്കെ എന്തിലേക്കാണ്, അതിൻ്റെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദേ ലെഡ് ടു ദി കൊളാപ്സ് ഓഫ് ഫ്യൂഡലിസം ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വ്യക്തതയില്ല എങ്കിലും നമുക്ക് ഉദ്ദേശിക്കാം തിരുവിതാംകൂറിലെ പ്രൊക്ലമേഷൻസ് കൊണ്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരുന്നു എന്നാണ് പറയുന്നത്. ദി ലെഡ് ടു കൊളാപ്സ് ഓഫ് ഫ്യൂഡലിസം ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ ഫ്യൂഡലിസം അവസാനിക്കാൻ കാരണമായി. ദേ ട്രാൻസ്ഫേർഡ് മിയർ ടെനൻസ് ടു ലാൻഡ് ഓണേഴ്സ്. ഒരുപാട് ടെനൻസ്, കുടിയാന്മാർ ഉടമകളായി മാറി, ലാൻഡിൻ്റെ ഓണേഴ്സായി മാറി. ദേ കോസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ടു ഇൻക്രീസ്. വാസ്തവത്തിൽ ഇത് കാർഷിക വിളവുകളുടെ വർധനവ് കാരണമായി മാറി. ദേ സ്ട്രെങ്തൻ ദി പവർ ഓഫ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് തെറ്റല്ലേ? ഭൂപരിഷ്കരണ നിയമമൊക്കെ ഈ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളെ സ്ട്രെങ്തൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇതിനോടൊപ്പം ചേർക്കും? വേണ്ട. അപ്പോൾ 1, 2, 3 ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ. 1, 2, 3 എന്ന് പറയുന്നത് എ ഓപ്ഷൻ. only 1, 2 and 3. only 1, 2 and 3. 1, 2 and 3 are correct. കേട്ടോ, ഇവിടെയും ഒരു കുരുക്ക് കണ്ടോ? നമ്മൾ പെട്ടെന്ന് മാർക്ക് ചെയ്തു പോകും. ഞാനിപ്പോൾ മാർക്ക് ചെയ്തുണ്ടോ? only 1, 2 and 3 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ആൻസർ. സാധാരണ ഇങ്ങനെ വരാൻ സാധ്യത കുറവാണ്. എങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ. only 1, 2 and 3 are correct. 4 is incorrect. അത് തന്നെയാണ് ഇത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ചോദിക്കൂല. എന്തെന്നറിയാം? അതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദീസ് പ്രൊക്ലമേഷൻ ഈസ് ആർ കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ആൻസർ കറക്റ്റ് തന്നെയാണ്. ഇത് രണ്ടും കൂടെ വരില്ല. ഈ ഒരു ചോദ്യത്തിൽ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, സ്പെസിഫിക് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് 1, 2, 3 കറക്റ്റാണ്, 4 തെറ്റാണ്. പക്ഷെ അങ്ങനെ പറയേണ്ടതില്ല. ഇവിടെ കറക്റ്റ് ഏതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കറക്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ രീതി ഞാൻ പറയുകയാണ്. ഇങ്ങനെ വരില്ല, നിങ്ങൾക്ക് ഒരിക്കലും പരീക്ഷയ്ക്ക് അങ്ങനെ വരില്ല. എങ്കിലും ഇവിടുത്തെ ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അഥവാ ഇങ്ങനെ വന്നാലും ഒന്ന് ഓടിച്ച് നോക്കുക. ഈ 4 തെറ്റെന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ചില ക്വസ്റ്റ്യനിലെ കുരുക്കുകളാണ്. അപ്പോൾ സാധാരണ ഇവിടെ ഇങ്ങനെ ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇങ്ങനെ വരില്ല. അല്ലെങ്കിൽ ഇത് പറയതായിരുന്നു, സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഇങ്ങനെ തന്നിട്ട് ആൻസർ തന്നിട്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് ആൻസർ പറയാമായിരുന്നു. ഇവിടെ കറക്റ്റ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1, 2, 3 നമ്മൾ പറഞ്ഞു, കറക്റ്റാണെന്ന് പറഞ്ഞു. അത് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വരില്ല. എങ്കിലും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധയിൽ വെച്ചോളുക. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദി 1863 ലോ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ്
കാണക്കുടിയാൻസ് tenants in Kochi provided that a tenant who farmed land continuously for how many years could not be unfairly evicted before that period. നോക്കൂ, നമ്മുടെ ഈ കൊച്ചിൻ കുടിയാൻ കാണക്കുടിയാൻ നിയമപ്രകാരം കൃഷിഭൂമിയിൽ കുറഞ്ഞത് ഒരു പീരീഡ് വരെ വർക്ക് ചെയ്യാൻ അനുവദിക്കണം. അതിനു മുമ്പ് അവരെ പുറത്താക്കരുത്. ഏത് പീരീഡ് വരെ? 12 വർഷമാണ് പറയുന്നത്. 12 വർഷം. ആൻസർ ഡി ഓപ്ഷനാണ് ഇവിടെ. കണ്ടിന്യൂസ് കൾട്ടിവേഷൻ 12 വർഷം, അത് നടത്താതെ ഒരാളെ പുറത്താക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഹൂ ഈസ് ക്രെഡിറ്റഡ് വിത്ത് എൻഡിങ് ഫ്യൂഡലിസം ഇൻ കൊച്ചി. കൊച്ചിയിൽ ഫ്യൂഡലിസം അവസാനിപ്പിച്ചതാര്? ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാനല്ലേ ജന്മിത്വം അവസാനിപ്പിച്ചത്? കൊച്ചിയിൽ ജന്മിത്വം അവസാനിപ്പിച്ച ഭരണാധികാരി ആര്? ശക്തൻ തമ്പുരാൻ. മറക്കരുത്, എ ഓപ്ഷനാണ് ആൻസറായി വരുന്നത്. അടുത്ത് നോക്കൂ, ദി കൊച്ചിൻ ടെനൻസി ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. എല്ലാവർക്കും അറിയാം, 1914 1914 കൊച്ചിൻ ടെനൻസി ആക്ട് നിലവിൽ വന്നത്. ക്ലിയർ അല്ലേ? അപ്പം 1914 ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത് നോക്കുക, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ലാൻഡ് റിഫോംസ് ഇൻ മലബാർ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. Almost all land including fallow and forest land was treated as the private property of ജമ്മി. ശരിക്കും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ഫാലോ ആൻഡ് ഫോറസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ തരിച്ചായി കിടക്കുന്നതും അതുപോലെ തന്നെ ശരിക്ക് വനഭൂമികളുമെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടി, ജമ്മിമാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കിയിരുന്നു. സിവിയർ റയോട്ട്സ് ബിറ്റ്വീൻ ജമ്മീസ് ആൻഡ് ടെനൻസ് പ്രൊമോട്ടഡ് ബ്രിട്ടീഷ് ടു ഇൻവെസ്റ്റിഗേറ്റ്. അത് നോക്കൂ, അവിടെ ജമ്മിമാരും അതുപോലെ തന്നെ കർഷകരും തമ്മിൽ എപ്പോഴും വലിയ ലഹള നടന്നിരുന്നു. അത് ബ്രിട്ടീഷുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നു. ശരിയാണ്. ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് വില്യം ലോഗൺ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വില്യം ലോഗനെ ടു ഇൻവെസ്റ്റിഗേറ്റ് ദി അഗ്രേറിയൻ സിറ്റുവേഷൻ. കാർഷിക രംഗത്തുള്ള പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് വില്യം ലോഗനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ചു. കറക്റ്റ് അല്ലേ? ലോഗൺ റെക്കമെൻഡഡ് ഫിക്സിറ്റി ഓഫ് ടെന്യുവർ ഫോർ സർട്ടൺ ടൈപ്സ് ഓഫ് ടെനൻസ്. അദ്ദേഹം പറഞ്ഞു ചില കർഷകർക്ക് കൃഷിഭൂമി ഫിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് റെക്കമെൻഡ് ചെയ്തു. എല്ലാം കറക്റ്റ് അല്ലേ? 1, 2, 3 ആൻഡ് 4 എന്ന് പറയുന്ന സി ഓപ്ഷനില്ലേ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്? കറക്റ്റാണ്, ശരിയാണ്. അടുത്ത നോക്കൂ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ സിസ്റ്റം ആൻഡ് ദർ റിലവൻസ് ടു ഇന്ത്യൻ ലാൻഡ് റിഫോംസ്. ജമീന്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് കോൺവാലിസ്. ജമീന്ദാരി സിസ്റ്റം കറക്റ്റ് അല്ലേ? ദ റൈറ്റ്വാരി സിസ്റ്റം കളക്ടഡ് ടാക്സ് ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ. അത് തന്നെയാണ് റൈറ്റ്വാരി സിസ്റ്റം എന്ന് പറയുന്നത്. കർഷകരിൽ നിന്ന്, ദക്ഷിണേന്ത്യയിലെ കർഷകരിൽ നിന്ന് നേരിട്ട് ടാക്സ് സ്വീകരിക്കുന്ന സമ്പ്രദായം, ഇടനിലക്കാരനില്ല. അതിനെ തന്നെയാണ് റൈറ്റ്വാരി സിസ്റ്റം എന്ന് പറയുന്നത്. ദി മഹൽവാരി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഹോൾട്ട് മാക്കൻഡീസ് in 1822 in north western ഇന്ത്യ. ശരിയല്ലേ? അതും ശരി. ദ അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ്സ്, ജമീന്ദാർ, ജാഗിർദാർസ് എക്സെട്രാ വാസ് ദി ഫസ്റ്റ് മേജർ സ്റ്റെപ്പ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ലാൻഡ് റിഫോംസ്. ജമീന്ദാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികളായിരുന്നു, ഇടനിലക്കാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയായിരുന്നു പോസ്റ്റ് ഇൻഡിപെൻഡൻസിലെ ലാൻഡ് റിഫോംസിലെ പ്രധാന നടപടി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആൻസർ? എല്ലാം ശരിയാണ്. എ ആണ്. 1, 2 ആൻഡ് 3, 4 ഇതെല്ലാം ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കൂ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഓപ്പറേഷൻ ബർഗ. ഓപ്പറേഷൻ ബർഗ തീർച്ചയായിട്ടും 1978 വെസ്റ്റ് ബംഗാളിലാണ്. അതായത് പശ്ചിമ ബംഗാളിൽ നടന്ന ഭൂപരിഷ്കരണ പ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ബർഗ. ഇറ്റ് വാസ് മൂവ്മെൻറ്റ് ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ വെസ്റ്റ് ബംഗാൾ ഇൻ 1978. ഇറ്റ്സ് എയിം വാസ് ടു മേക്ക് ടെനൻസ് ലാൻഡ് ഓണേഴ്സ്, കർഷകരെ എന്താക്കുക, ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ലെഫ്റ്റ് ഫ്രണ്ട് ഗവൺമെൻറ് ഇൻ വെസ്റ്റ് ബംഗാൾ. ജ്യോതി ബാസുവിൻ്റെ
ഇടതുപക്ഷ സർക്കാരാണ് അത് കൊണ്ടുവന്നത്, അതും കറക്റ്റാണ്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ആചാര്യ വിനോബ ഭാവെ, തെറ്റാണ്. അത് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ജ്യോതി ബാസുവിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ് ഓപ്പറേഷൻ ബർഗ എന്ന് പറയുന്നത്. അല്ലാതെ അത് ആചാര്യ വിനോബ ഭാവയുടെ നേതൃത്വത്തിൽ നടന്നത് ഭൂദാൻ മൂവ്മെൻ്റ് ആണ്. അത് പിന്നീട് നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോൾ പറയാം. അപ്പോൾ ഇവിടെ 1, 2, 3 കറക്റ്റാണ്. 1, 2, 3 എന്ന് പറയുന്നത് ഉണ്ടോ ഇവിടെ? only 1, 2 and 3 എ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ദി ആക്ട് ഗീവ്സ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ദി പവർ ടു ഇംപ്ലിമെൻറ്റ് ഫുഡ് ക്രോപ്സ് കൾട്ടിവേഷൻ ഇൻ കേരള. കേരളത്തിൽ ഫുഡ് ക്രോപ്പ് കൾട്ടിവേഷൻ, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കൃഷിക്ക് ആരെയാണ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറെ ചുമതലപ്പെടുത്തിയ നിയമം ഏതാണ്? ശരിക്ക് തരിശായി കിടക്കുന്ന സ്ഥലത്തൊക്കെ ഫുഡ് ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കളക്ടർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടൊരു ആക്ട് പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡറാണ്. 1967 കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡറാണ്, മറക്കരുത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസറായി വരുന്നത്. നോക്കാം. ദി ഭൂദാൻ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ആചാര്യ വിനോബ ഭാവെ. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഭൂദാന മൂവ്മെൻറ്റ് മനസ്സിലാകുന്നല്ലോ. അതാരാണ്? ആചാര്യ വിനോബ ഭാവെ ഇൻ 1951 അറ്റ് വിച്ച് പ്ലേസ്? ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഭൂദാൻ മൂവ്മെൻറ്റ് ആരംഭം കുറിച്ചത് എവിടെയാണ്? തെലുങ്കാനയിലെ പോച്ചമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. പോച്ചമ്പള്ളി, തെലുങ്കാന. ഡി ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട് കുറേ മോഡൽ ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. നന്നായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി വായിച്ച് പഠിക്കുക. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.